മൂന്നാം ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യക്ക് ആദ്യ ഇന്നിംഗ്സിൽ മികച്ച മുന്നേറ്റം. ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെയും രവീന്ദ്ര ജഡേജയുടെയും സെഞ്ചുറി തിളക്കത്തിൽ ഇന്ത്യ ആദ്യ ദിനം കളി നിർത്തുമ്പോൾ 326-ന് 5 എന്ന മികച്ച നിലയിലെത്തി. ജയ്സ്വാളും രോഹിത് ശർമ്മയും തുടക്കമിട്ട ഇന്നിംഗ്സ് പയ്യെ മുന്നോട്ട് നീങ്ങി. എന്നാൽ 22 റൺസ് സ്കോർ ബോർഡിൽ ചേർത്തപ്പോൾ തന്നെ ജയ്സ്വാളിനെ ഇന്ത്യക്ക് നഷ്ടമായി. പിന്നീട് വന്ന ശുഭ്മാൻ ഗിൽ സംപൂജനായി മടങ്ങുകയും ചെയ്തു. അതിനുശേഷം എത്തിയ പടിതർക്കും കൂടുതലൊന്നും ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ 33-ന് 3 എന്ന നിലയിൽ പതറിയ ഇന്ത്യയെ പിന്നീട് രവീന്ദ്ര ജഡേജയും രോഹിത് ശർമ്മയും കൂടെ മുന്നോട്ട് നയിച്ചു. അവിടെ നിന്നും ഇന്ത്യ പടിപടിയായി ഉയർന്നു വരാൻ തുടങ്ങി. രോഹിത് ശർമ്മ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്ത് മുന്നേറി. ഒപ്പം രവീന്ദ്ര ജഡേജയുടെ കരുതലോടുകൂടിയുള്ള ബാറ്റിംഗ് കൂടിയായപ്പോൾ ഇന്ത്യൻ സ്കോർ ബോർഡ് വേഗത്തിൽ മുന്നേറി തുടങ്ങി. ചില സമയങ്ങളിൽ ആക്രമിച്ച് കളിക്കാനും ഇരുവരും മറന്നുപോകില്ല. ഇംഗ്ലണ്ട് ബോളർമാർക്കെതിരെ മികച്ച സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്തു രണ്ടുപേരും. അങ്ങനെ 196 പന്തിൽ 131 റൺസ് നേടി ഇന്ത്യയെ മികച്ച നിലയിൽ എത്തിച്ചിട്ടാണ് രോഹിത് ശർമ്മ മടങ്ങിയത്. മാർക്ക് വുഡ് എറിഞ്ഞ പന്തിൽ ബെൻ സ്റ്റോക്സിന് ക്യാച്ച് നൽകി നായകൻ മടങ്ങി. ആവശ്യമുള്ള സമയങ്ങളിൽ ടീം പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ആ ടീമിനെ കൈപിടിച്ചുയർത്താൻ രോഹിത് ശർമ്മ എന്ന ക്യാപ്റ്റന് ഒരു പ്രത്യേക കഴിവാണ്. ഹിറ്റ്മാൻ എന്ന ലേബലിൽ തിളങ്ങാനും ക്യാപ്റ്റൻ എന്ന കുപ്പായത്തിലുള്ളപ്പോൾ അതിന്റെ രീതിയിൽ മുന്നോട്ട് പോകാനും രോഹിത് ശർമ്മയ്ക്ക് സാധിച്ചിട്ടുണ്ട്. രോഹിത് ശർമ്മ ഔട്ടായതിനു പിന്നാലെ എത്തിയ സർഫറാസ് ഖാൻ ഒരു മികച്ച ഇന്നിംഗ്സ് കാഴ്ചവെച്ച് തന്നെയാണ് മടങ്ങിയത്. അദ്ദേഹത്തിന്റെ അരങ്ങേറ്റ മത്സരത്തിൽ ഓർത്തുവെക്കാൻ പറ്റിയ ഒരു ഇന്നിംഗ്സ് തന്നെയാണ് അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്നും ഇന്ന് പിറന്നത്. ടെസ്റ്റ് ആയിരുന്നിട്ടും 2020 ശൈലിയിൽ ബാറ്റ് വീശിയ അയാൾ 66 പന്തിൽ 62 റൺസുകൾ നേടി. എന്നാൽ അപ്രതീക്ഷിതമായ ഒരു റൺഔട്ടിലൂടെ അയാൾ മൈതാനത്ത് നിന്നും മടങ്ങി. മൈതാനത്ത് പുറത്ത് അദ്ദേഹത്തിന്റെ അച്ഛന്റെയും അമ്മയുടെയും മുഖത്ത് അഭിമാനത്തിന്റെ തിളക്കം നമുക്ക് കാണാമായിരുന്നു. മൈതാനം വിടുമ്പോഴും അദ്ദേഹം അഭിമാനത്തോടു കൂടെയാണ് മടങ്ങിയത്. ഗ്യാലറി മുഴുവൻ എഴുന്നേറ്റ് നിന്ന് വരവേറ്റു. അരങ്ങേറ്റ മത്സരം അതിഗംഭീരമാക്കി മാറ്റി അദ്ദേഹം. ഇനിയും അയാളുടെ ഭാഗത്തു നിന്നും ഇതുപോലെയുള്ള മനോഹരമായ ഇന്നിംഗ്സുകൾ കാണാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും. സർഫറാസ് ഖാനും മടങ്ങിയതിനു ശേഷം രവീന്ദ്ര ജഡേജയുടെ ഊഴമായിരുന്നു. മികച്ച രീതിയിൽ ബാറ്റ് ചെയ്ത ജഡേജയും തന്റെ സെഞ്ചുറി നേടി. 212 ബോളിൽ 112 റൺസ് നേടിയ അദ്ദേഹം ബാറ്റിംഗ് നിരയിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ഒന്നാം ദിനം കളി നിർത്തുമ്പോൾ 326-ന് 5 എന്ന നിലയിലാണ് ഇപ്പോൾ. ക്രീസിൽ ഇപ്പോൾ രവീന്ദ്ര ജഡേജയ്ക്കൊപ്പം കുൽദീപ് യാദവുമാണ്. 3 വിക്കറ്റ് നേടിയ മാർക്ക് വുഡ് മാത്രമാണ് ബോളിംഗിൽ തിളങ്ങിയത്.